എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റായ സമവാക്യ പരിഹാരം, അതായത് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് എന്ന പാഠഭാഗത്തിലെ പേജ് 83-ലെ 4ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം വായിക്കാം. ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടിയപ്പോൾ 100 കിട്ടി. സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടിയപ്പോൾ 100 കിട്ടി. സംഖ്യ ഏതാണ്? അപ്പോൾ ബീജഗണിത രീതി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എക്സും വൈ ഒക്കെ ഉപയോഗിക്കാം. അപ്പം ഒരു സംഖ്യ, ഈ ചിഹ്നമാണ് ഞാൻ കൊടുക്കുന്നത്, ഒരു ബോക്സ് കൊടുക്കുന്നത്. സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ച്, ഇതാണ് 6 കൊണ്ട് ഗുണിച്ച് പിന്നെ 4 കൂട്ടിയപ്പോൾ എനിക്ക് 100 കിട്ടി. സംഖ്യ ഏതാണ്? അപ്പോൾ സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടിയപ്പോൾ 100 കിട്ടി. അപ്പം 4 കൂട്ടിയിലായിരുന്നെങ്കിൽ 100 കിട്ടുമായിരുന്നോ? ഇല്ല, 4 കൂട്ടിയോണ്ടാണ് 100 കിട്ടിയത്. അപ്പം 4 കൂട്ടിയിലായിരുന്നെങ്കിൽ 100-ൽ നിന്ന് 4 കുറവായിരുന്നേനെ അല്ലേ? എന്താണ്? 4 കുറവായിരുന്നേനെ. അപ്പോൾ സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ച ഫലം എന്ന് പറയുന്നത് 100-ൽ നിന്ന് 4 കുറവ്, അതായത് പ്ലസ് വരുമ്പോൾ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ചെയ്യണം. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? 96 കിട്ടും. അപ്പോൾ സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചാൽ, ഏതോ ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് 96 കിട്ടിയെങ്കിൽ എൻ്റെ സംഖ്യ എന്താണ്? ഇതിന് പകരം നമുക്ക് സംഖ്യ എന്ന് എഴുതാം. സംഖ്യ എത്രയാണ്? 96-നെ 6 കൊണ്ട് ഭാഗിക്കണം. എത്ര? 96-നെ 6 കൊണ്ട് ഭാഗിക്കാൻ അറിയാമല്ലേ? 1 6 36, 6 36, എത്ര കിട്ടും? 16 കിട്ടും. അല്ലാതെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടിയപ്പോൾ 100 കിട്ടി. അപ്പോൾ 4 കൂട്ടിയിലായിരുന്നെങ്കിൽ 100-ൽ നിന്ന് 4 കുറവായിരുന്നേനെ. അപ്പോൾ സംഖ്യയുടെ 6 മടങ്ങ്, സംഖ്യ ഗുണം 6 സമം 100 മൈനസ് 4 സമം 96. അപ്പോൾ സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചപ്പോൾ 96 കിട്ടിയെങ്കിൽ സംഖ്യ സമം 96/6 എത്ര കിട്ടും? 16 കിട്ടും. മനസ്സിലായി? ഇതാണ് 4ാമത്തെ ചോദ്യം. വളരെ എളുപ്പമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: ഒരു സംഖ്യയോട് 6 കൂട്ടി 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 100 കിട്ടി. സംഖ്യ ഏതാണ്? അപ്പോൾ ഒരു സംഖ്യയോട് 6 കൂട്ടി എന്നിട്ട് 4 കൊണ്ട് ഗുണിച്ചു. അപ്പം ഈ കൂട്ടി കിട്ടിയതിൻ്റെ കൂടെയാണ് 4 കൊണ്ട് ഗുണിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്തിടണം? ബ്രാക്കറ്റ് ഇടണം. ഇൻറ്റു 4 എന്ന് എഴുതിയാൽ 6-നെ മാത്രമേ 4 കൊണ്ട് ഗുണിക്കുന്നുള്ളൂ എന്ന് അർത്ഥമാകും. 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 100 കിട്ടി. അപ്പം 4 കൊണ്ട് ഗുണിച്ചില്ലായിരുന്നെങ്കിൽ 100 കിട്ടത്തില്ലായിരുന്നു അല്ലേ? 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 100 കിട്ടിയത്. അപ്പം സംഖ്യ പ്ലസ് 6 × 4 സമം 100. അപ്പോൾ സംഖ്യയോട് 6 കൂട്ടിയപ്പോൾ എനിക്ക് എത്രയായിരിക്കും കിട്ടുക? 100-നെ 4 കൊണ്ട് ഭാഗിക്കണം. അപ്പം 100-ന്റെ 4-ലൊരു ഭാഗമായിട്ട് അത് കുറയും. 100-ന്റെ 4-ലൊരു ഭാഗം, 100/4 25. അപ്പോൾ സംഖ്യയോട് 6 കൂട്ടിയപ്പോൾ 25 കിട്ടി. 25-നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 100 കിട്ടി. അപ്പോൾ നമുക്ക് സംഖ്യ കണ്ടുപിടിക്കാം. അപ്പോൾ സംഖ്യ സമം 25 മൈനസ് 6 സമം 19. 25-ൽ നിന്ന് 6 പോയാൽ 19. അപ്പം നമ്മുടെ സംഖ്യ എത്ര? 19. അപ്പം സംഖ്യയോട് 6 കൂട്ടി ബ്രാക്കറ്റ് ഇടുക, 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 100 കിട്ടി. സംഖ്യ സമം 19. അപ്പം മടങ്ങും ഭാഗവും കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മടങ്ങും ഭാഗവും ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ? മടങ്ങ് എത്ര, ഭാഗം എത്ര? അപ്പോൾ മടങ്ങെന്ന് പറയുന്നതാണോ വലുത്, ഭാഗം എന്ന് പറയുന്നതാണോ വലുത്? നമുക്ക് നോക്കാം. ഒരു സംഖ്യയുടെ 5 മടങ്ങ്, ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുന്നത് ആ സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കുന്നതാണ്. സംഖ്യയുടെ 5 മടങ്ങെന്ന് പറയുന്നത് ആ സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കുന്നതാണ്. 10-ന്റെ
3 മടങ്ങ്. ഉദാഹരണമാണ് 10ൻ്റെ 3 മടങ്ങ് എന്ന് പറയുന്നത് 10 ഗുണം 3 30, അല്ലെങ്കിൽ 10 പ്ലസ് 10 പ്ലസ് 10 ഗുണിക്കുന്നത് 3 പ്രാവശ്യം കൂട്ടുന്നത് തുല്യമാണ് അല്ലേ 30. 10ൻ്റെ 3 മടങ്ങ് 10 ഗുണം 3 30. 6ൻ്റെ 4 മടങ്ങ് 6 ഗുണം 4 24. ഇത് മടങ്ങ് കൂടുതലാണ്, വർദ്ധിച്ച് പോവുകയാണ്. 6 4 പ്രാവശ്യം കൂടുന്നു, 4 ടൈംസ്. ഇനി ഭാഗം എന്ന് പറഞ്ഞാലോ 10ൻ്റെ 2 ഭാഗം, 10ൻ്റെ 2 ഭാഗം, അതായത് 10ൻ്റെ അര. ഇതാണ് 10ൻ്റെ അര. 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5. 10ൻ്റെ അര ഭാഗം എന്ന് പറഞ്ഞാൽ 5. എങ്കിൽ 10ൻ്റെ 2 മടങ്ങെന്ന് പറഞ്ഞാലോ 10 ഗുണം 2 20 ആവും. അതായത് ഒരു സാധനത്തെ പകുതിയായിട്ട് ഭാഗിച്ച്, ഇത് 10 ആയിരുന്നു, അതിനെ പകുതിയായിട്ട് ഭാഗിച്ചപ്പോൾ ഓരോ ഭാഗവും 5 വീതമാകും. അതാണ് ഭാഗം എന്ന് പറയുന്നത്. ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കുറയുകയാണ് ചെയ്യുന്നത്. എത്രയുണ്ടോ അതിൻ്റെ ഒരു ചെറിയൊരു അംശമാണ് ഭാഗം. മടങ്ങെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഭാഗം എന്ന് പറയുമ്പോൾ കുറയും, മടങ്ങെന്ന് പറയുമ്പോൾ കൂടും. 100ൻ്റെ 4 ഭാഗം, 100ൻ്റെ 4 ഭാഗം, 100 × 4 100 4 കൊണ്ട് ഹരിക്കുമ്പോൾ 25. അപ്പോൾ 25 4 ചേരുമ്പോഴാണ് 100 ആവുന്നത്. 25 4 ചേരുമ്പോഴാണ് 100 ആവുന്നത്. അതായത് 25ൻ്റെ 100ൻ്റെ 4 25, 25 4 പ്രാവശ്യം ചേരുമ്പോഴാണ് 100. അതായത് 25ൻ്റെ 4 മടങ്ങ് 100. തിരിച്ചെഴുതാം. 25ൻ്റെ 4 മടങ്ങ് 100. 100. 25 ഗുണം 4 100. 25ൻ്റെ 4 മടങ്ങ് 25 25 25 4 പ്രാവശ്യം 25 കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ 25ൻ്റെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴോ കിട്ടുന്നതാണ് 100. ഇനി ഇത് ഭാഗമാക്കിയാലോ 100ൻ്റെ 4 ഭാഗം. മനസ്സിലായോ? 4 ഭാഗമാണ് 100ൻ്റെ 4 ഭാഗമാണ് 25. അതായത് 100 × 4 25. മനസ്സിലായോ? ഇപ്പം ഭാഗം വന്നപ്പം ഇവിടെ കുറഞ്ഞ്, മടങ്ങ് വന്നപ്പോൾ ഇവിടെ കൂടി. 25ൻ്റെ 4 മടങ്ങ് വന്നപ്പോൾ അത് 100ആയി. 100ൻ്റെ 4 ഭാഗമായപ്പോൾ അത് 25ആയി മാറി. മനസ്സിലായോ? ഭാഗവും മടങ്ങും തമ്മിലുള്ള ചെറിയ വ്യത്യാസം. മടങ്ങാകുമ്പോൾ ഇരട്ടിക്കുന്നു, അതായത് വർദ്ധിക്കുന്നു. ഭാഗമാകുമ്പോൾ അത് കുറയുന്നു. എത്ര ഭാഗത്തിൻ്റെ ഒരംശമാണ് അതൊരു ഭാഗം എന്ന് പറയുന്ന ഒരംശം. 2 ഭാഗം, 3 ഭാഗം, 5 ഭാഗം. അത് ഒരു ഭാഗമാണ്, ഒരു അംശമാണ്. മൊത്തത്തിലുള്ളതിൻ്റെ ഇത്ര അംശം. മടങ്ങെന്ന് പറയുമ്പോൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. പേജ് 84, ഒന്നാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 2 മടങ്ങും 7 മടങ്ങും കൂട്ടിയപ്പോൾ 27 കിട്ടി. സംഖ്യ ഏതാണ്? അപ്പോൾ ഒരു സംഖ്യയുടെ 2 മടങ്ങ്, അപ്പോൾ സംഖ്യാഗുണം 2. ഇനി 7 മടങ്ങ്, ഒരു സംഖ്യയുടെ 7 മടങ്ങ്, സംഖ്യാഗുണം 7. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ നമുക്ക് എത്ര കിട്ടി? 27 കിട്ടി. സംഖ്യ ഏതാണ്? സംഖ്യാഗുണം 2
2 സംഖ്യ ഗുണം 7 ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ ദാണ്ട് കൂട്ടിയപ്പോൾ 27 കിട്ടി. സംഖ്യ ഏതാണ്? അപ്പം 2 സംഖ്യ പ്ലസ് 7 സംഖ്യ. അപ്പം ഇത് നമുക്കിങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഇതിൽ നിന്ന് സംഖ്യ പുറത്തെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംഖ്യ രണ്ടിലും പൊതുവായിട്ട് കിടക്കുന്നുണ്ട്, സംഖ്യയെ പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 + 7, അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കൂട്ടാം, പുറത്തൊന്നും എടുക്കേണ്ട കാര്യമില്ല. 2 സംഖ്യ പ്ലസ് 7 സംഖ്യ 9 ഗുണം സംഖ്യ. സംഖ്യയുടെ 9 മടങ്ങെന്ന് പറയുന്നത് 27. സംഖ്യയുടെ 9 മടങ്ങെന്ന് പറയുന്നത് 27. അപ്പോൾ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 27നെ 9 കൊണ്ട് വായിക്കണം. 3 കിട്ടി. അപ്പോൾ നമ്മുടെ സംഖ്യ എത്രയാണ്? 3. 2 × 3 അത് നമുക്കൊന്ന് ആൻസർ നോക്കാം. സംഖ്യയുടെ 3 മടങ്ങ് 2 × 3 പ്ലസ് സംഖ്യയുടെ 7 മടങ്ങ് 7 × 3. 2 × 3 എത്ര? 6. 7 × 3 എത്ര? 21. 21 6 എത്ര? 27. കിട്ടിയില്ലേ? അപ്പം നമ്മുടെ സംഖ്യ എത്രയാണ്? 3. അടുത്ത ചോദ്യം 84, രണ്ടാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ സംഖ്യയുടെ 21 മടങ്ങായി. സംഖ്യ ഏതാണ്? അപ്പോൾ സംഖ്യയുടെ 12 മടങ്ങ്, അപ്പോൾ ഗുണം 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ സമം ഇടണം. സംഖ്യയുടെ 21 മടങ്ങ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ്. സംഖ്യയുടെ 21 മടങ്ങായി. സംഖ്യ ഏതാണ്? അപ്പോൾ സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ സംഖ്യയുടെ 21 മടങ്ങായി. അപ്പം 12 മടങ്ങ്, സംഖ്യയുടെ 12 മടങ്ങിൻ്റെ കൂടെ 99 കൂട്ടിയപ്പോഴാണ് സംഖ്യയുടെ 21 മടങ്ങായത് അല്ലേ? കൂട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര ആവുമായിരുന്നോ? ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ 21 കൂടുതൽ 12 കൂടുതൽ? 21 തന്നെ അല്ലേ? അപ്പോൾ സംഖ്യയുടെ 21 മടങ്ങും സംഖ്യയുടെ 12 മടങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 99. അതായത് സംഖ്യയുടെ അവ തമ്മിലുള്ള വ്യത്യാസം സംഖ്യയുടെ 21 മടങ്ങിൽ നിന്ന് 21 മടങ്ങും സംഖ്യയുടെ 12 മടങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായി? 99. അപ്പോൾ സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ 21 മടങ്ങ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം 21 വലുതല്ലേ? അപ്പോൾ സംഖ്യയുടെ 21 മടങ്ങും സംഖ്യയുടെ 12 മടങ്ങ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 99. അപ്പോൾ 29 12 പോയാൽ എത്ര വരും? 9 വരും അല്ലേ? അപ്പോൾ സംഖ്യയുടെ 9 മടങ്ങ് 9 മടങ്ങെന്ന് പറയുന്നത് 99. അപ്പോൾ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 99നെ 9 കൊണ്ട് ഭാഗിക്കണം. 99 ഭാഗം 9 മനസ്സിലായല്ലോ? 9 മടങ്ങാണ്, കൂടുകയാണ് ചെയ്തത് 99. അപ്പോൾ സംഖ്യ സമം 11. നമുക്കിതൊന്ന് ശരിയാണോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. സംഖ്യയുടെ 12 മടങ്ങ്, അപ്പോൾ സംഖ്യ 11, അതിനെ 12, 11 ഗുണം 12, 1 2 2, 1 2 2, 1 1, 2 2 3, 132 ഇനി സംഖ്യയുടെ 21 മടങ്ങ്, സംഖ്യ 11, 11 ഗുണം 21, 11 21, 11 1 2 2, 2 2, 1 3, 231.
ഇപ്പോൾ നമ്മളെ വ്യത്യാസം 99 നോക്കാം. 31 132. 11 2 പോയാൽ 9. ഇവിടെ 11 അല്ല 12 12 പോയാൽ 9. 99. അല്ലെങ്കിൽ 11 മടങ്ങ് 332 കൂടെ 99 കൂട്ടുമ്പോൾ 21 മടങ്ങ് കിട്ടുന്നോ നോക്കിയാലും മതി. 132 കൂടെ 99 കൂട്ടുക. 9 2 11 13 13 1 2 എത്ര കിട്ടി? 231 ഉണ്ടോ? അപ്പം നമ്മളിത് ശരിയാണോ ഇല്ലയോ നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കി. ബീജഗണിതം ഉപയോഗിക്കാൻ നമുക്ക് എക്സും വൈ ഒക്കെ ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഓക്കെ.